വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി പൂപ്പാറയിൽ കാർ ഇടിച്ചത് ചക്കക്കൊമ്പനെ തന്നെയെന്ന് നാട്ടുകാർ. ജനവാസ മേഖലയിലെത്തിയ കാട്ടാനയെ നാട്ടുകാർ ഓടിച്ചുവിടുന്നതിനിടെയായിരുന്നു അപകടം. കാറിലുണ്ടായിരുന്ന 4 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് സംഭവം. പൂപ്പാറ ചൂണ്ടലിലെ ജനവാസ മേഖലയിലെത്തിയ കാട്ടാനയെ നാട്ടുകാർ ചേർന്ന് ഓടിക്കുകയായിരുന്നു. ആന ദേശീയപാതയിലേക്ക് ഇറങ്ങുന്നതിനിടെ ഇതുവഴി എത്തിയ വാഹനം ഇടിച്ചു. ഇടിയേറ്റ ഉടനെ ആന വാഹനത്തെ ആക്രമിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന തങ്കരാജിനും കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റു. ഏതാനും ദിവസങ്ങളായി ചൂണ്ടൽ തോണ്ടിമല മേഖലകളിൽ ചക്കക്കൊമ്പൻ തമ്പടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ പൂപ്പാറ ടൗണിൽ ആന എത്തിയിരുന്നു. ഇടിയേറ്റത് ചക്കക്കൊമ്പനാണോ എന്നത് വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല. ആനയ്ക്ക് സാരമായി പരിക്കുണ്ടോ എന്നതും വ്യക്തമല്ല. ഫോറസ്റ്റ് വാച്ചർമാരുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. പത്തനംതിട്ട വടശ്ശേരിക്കര ഒളികല്ലിൽ വീണ്ടും കടുവയിറങ്ങി. ടാപ്പിംഗ് തൊഴിലാളിയാണ് കടുവയെ കണ്ടത്. 3 മാസം മുമ്പ് സമീപ പ്രദേശമായ പെരുനാട്ടിൽ കടുവയിറങ്ങിയതിന് പിന്നാലെയാണ് ഇന്നലെ വീണ്ടും ഒളികല്ലിൽ കടുവയിറങ്ങിയത്. 2 ദിവസം മുമ്പ് വടശ്ശേരിക്കരയ്ക്ക് സമീപം ഇറങ്ങി ആടിനെ ആക്രമിച്ചു കൊന്നിരുന്നു. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ പ്രദേശത്ത് വനപാലകർ കൂട് സ്ഥാപിച്ചു. ടാപ്പിംഗ് തൊഴിലാളികൾ കടുവയെ കണ്ട പ്രദേശത്ത് വനപാലകർ നിരീക്ഷണം ശക്തമാക്കി. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് കടുവയെ കണ്ടതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. ഇടുക്കി താലൂക്ക് തല അദാലത്ത് സംഘടിപ്പിച്ചു. പട്ടയങ്ങളും വനാവകാശ രേഖകളും വിതരണം ചെയ്തു. ജനങ്ങൾക്ക് പരമാവധി സഹായം നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് മുക്കത്ത് ജ്യൂസ് തയ്യാറാക്കുന്നതിനിടെ മെഷീനിൽ കൈ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്തി. മുക്കം ഫയർഫോഴ്സാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കാരശ്ശേരി ഓടത്തെരുവിലാണ് സംഭവം. അലഹബാദ് സ്വദേശി ദീപക്കാണ് അപകടത്തിൽപ്പെട്ടത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ ചെറുപുഴയിൽ ഒരു വീട്ടിലെ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചീമേനി റോഡിലെ വങ്ങാട് വാച്ചാലിലാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. ഇന്ന് പുലർച്ചെയാണ് ചെറുവത്തൂരിനടുത്ത് പാടിച്ചാലിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ശ്രീജയും 2ാം ഭർത്താവും മക്കളെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ശ്രീജയും ഷാജിയും 2 ആഴ്ച മുമ്പാണ് വിവാഹിതരായത്. കഴിഞ്ഞ 16-നായിരുന്നു ഇവരുടെ വിവാഹം. കുട്ടികളെ സ്റ്റെയർ കേസിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ നിലയിലാണ് കണ്ടെത്തിയത്. ശ്രീജയുടെ ആദ്യ വിവാഹ ബന്ധത്തിലെ മക്കളാണ് മരിച്ചത്. ഷാജിക്ക് വേറെ ഭാര്യയും 2 കുട്ടികളുമുണ്ട്. സംഭവത്തിൽ മറ്റു ദുരൂഹതകളുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 കണ്ണൂർ. ഗുരുവായൂരിൽ മയക്കുമരുന്നുമായി 2 പേർ അറസ്റ്റിൽ. ചാവക്കാട് വഞ്ചിക്കടവ് സ്വദേശി ഷെജീർ, തിരുവത്ര സ്വദേശി നബിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് MDMAയും ഹാഷിഷ് ഓയിലും പിടിച്ചു. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ ആളാണ് ഷെജീർ. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും കൊല്ലം വെളിനെല്ലൂർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വൻ കൃഷിനാശം. വട്ടപ്പാറ കടമ്പൂർ പ്രദേശത്താണ് വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചത്. വീശിയടിച്ച കാറ്റിൽ 1000-ഓളം കുലയ്ക്കാറായ ഏത്തവാഴയും മരച്ചീനിയും നശിച്ചു. 6 ഏക്കർ പാട്ടത്തിനെടുത്ത് കൂട്ടകൃഷി ഇറക്കിയ കർഷകരാണ് ദുരിതത്തിലായത്. തെങ്ങ്, കവുങ്ങ്, മരച്ചീനി എന്നിവയ്ക്കും നാശം സംഭവിച്ചു. കരിങ്ങന്നൂർ കൃഷിഭവനിൽ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു കൃഷിനാശം വിലയിരുത്തി. നഷ്ടമായ കൃഷിവിളകൾക്ക് സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൊല്ലം ശാസ്താംകോട്ടയിൽ തീപിടിച്ച കെട്ടിടത്തിൽ അകപ്പെട്ട കുട്ടികളെയും സ്ത്രീകളെയും ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. വടക്കൻ മൈനാഗപ്പള്ളി ആനൂർക്കാവ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കടയും വീടുമാണ് കത്തിയത്. സ്റ്റേഷൻ ഓഫീസർ സാബുലാലിന്റെ നേതൃത്വത്തിൽ ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് അകത്തു കടക്കുകയും അതിസാഹസികമായി കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബത്തെ രക്ഷിക്കുകയുമായിരുന്നു. ചവറ, കരുനാഗപ്പള്ളി, കൊല്ലം എന്നീ അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്നും 5 യൂണിറ്റ് വാഹനങ്ങളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വയനാട്ടിൽ ഇടിമിന്നലിൽ ഫ്രിഡ്ജ് കത്തിനശിച്ചു. മാനന്തവാടി കല്ലിയോട്ടുകുന്നിലെ മുരിങ്ങിക്കൽ ബഷീറിന്റെ വീട്ടിലാണ്
ഈ നാശം സംഭവിച്ചത്. വീടിന്റെ സീലിംഗും മറ്റ് ഗൃഹോപകരണങ്ങളും പൂർണ്ണമായും കത്തി. റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി കേടുപാടുകൾ വിലയിരുത്തി. കല്ലട ജലസേചന പദ്ധതിയുടെ കൊല്ലം കൊട്ടാരക്കരയിലെ പൂവറ്റൂർ ഡിസ്ട്രിബ്യൂട്ടറി കനാലിലൂടെ ജലമൊഴുക്കാനുള്ള നടപടി തുടങ്ങി. 3 പതിറ്റാണ്ടായി ജലമൊഴുകാത്ത KIP പൂവറ്റൂർ ഉപകനാലിന്റെ തകരാർ കണ്ടെത്താനും പരിഹരിക്കാനുമുള്ള ശ്രമങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. ട്രയൽ റണ്ണിൽ തന്നെ ചോർച്ചയുണ്ടായതിനാൽ 30 വർഷമായി പൂവറ്റൂർ ഉപകനാലിൽ ജലം ഒഴുക്കിയിട്ടില്ല. തകരാർ പരിഹരിക്കാൻ പലതവണ KIP പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും ഫണ്ടോ അനുമതിയോ ലഭിച്ചിരുന്നില്ല. അടിയന്തരമായി പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി KN ബാലഗോപാൽ സമ്മർദ്ദം ചെലുത്തിയതോടെയാണ് വീണ്ടും ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. വെള്ളം കളഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ട് എവിടെയൊക്കെയാണ് ഹോളെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അത് കംപ്ലീറ്റ് റെക്ടിഫൈ ചെയ്യുന്നതിൽ ഒരു മുഴുവൻ ഏരിയയും കവർ ചെയ്യത്തക്ക രീതിയിൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക. ആക്ച്വൽ വരുമ്പം എന്താണോ വേണ്ടി വരുന്നത് അതിൽ ഇമ്മീഡിയറ്റ് പരിപാടി. ചില സമയത്ത് നമുക്ക് ചെറിയ പരിപാടി പറ്റില്ല, അവിടെ ഇവിടെയൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ഫുൾ അങ്ങ് ആലോചിക്കാനും പിടിക്കാനും നിൽക്കണ്ട. ചെന്തറയിൽ സ്ഥാപിച്ചിരിക്കുന്ന കനാൽ ജലസംഭരണിക്ക് ചുറ്റിലും വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ചോർച്ച കൃത്യമായി നിർണ്ണയിക്കുക പ്രയാസമാണ്. പദ്ധതി വിജയിച്ചാൽ മൈലം, കുളക്കട പഞ്ചായത്തുകളിലെ കാർഷിക മേഖലകളിൽ കനാൽ ജലമെത്തും. ചോർച്ച നിർണ്ണയിക്കുന്നതിനായി ജലം തുറന്നുവിട്ടതായും പുതിയ അടങ്കൽ തയ്യാറാക്കി അനുമതിക്കായി നൽകുമെന്നും KIP അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. വയനാട് മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസ് യൂത്ത് കോൺഗ്രസ് ഉപരോധിച്ചു. അവശ്യ മരുന്നുകളും സേവനങ്ങളും ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. ഞാൻ ഒരു 11 മണി തൊട്ട് ഇവിടെ ക്യൂ നിൽക്കുക. ഇവിടെ ഏകദേശം ഒരു മൊത്തം കണക്കൂട്ടിയാൽ 100 മീറ്റർ നീളത്തിലാണ് ക്യൂ ഉണ്ടായത്. അതുമല്ല ഇത്ര നേരം നിന്ന് മണിക്കൂർ കണക്കിൽ നിന്നിട്ട് മരുന്ന് ഷീട്ട് കാണിക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ 5 മരുന്നുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം ഉണ്ടാവും, ബാക്കിയുള്ളവർക്ക് പുറത്ത് പോയി വാങ്ങേണ്ട അവസ്ഥയാണ്. അത്ര ശരിക്കും പറഞ്ഞാൽ ഒരു നാഥനില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഇവിടെ സ്റ്റാഫില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ടവർ ഏർപ്പാട് ചെയ്യേണ്ടതാണ്. കാത്തിരിങ്ങനെ കാണുന്നില്ല. പ്രായമുള്ളവര്, കൈയൊടിഞ്ഞവര്, കാലൊടിഞ്ഞവര് എല്ലാം വളരെ പ്രശ്നമായി. മരുന്നുണ്ടാവല്ലോ, മരുന്ന് കിട്ടിയ അത്ര തന്നെ. ഇത് കുറെ സമയം കാത്തു നിന്നിട്ട് ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. പല സമയം കാത്തു നിന്നാ പറയും ഉണ്ട്, അല്ലെങ്കിൽ പുറത്തേക്ക്. ഇന്നിപ്പോ നല്ല നിരക്കാ. എന്ത് നിരക്കാന്ന് പറയേണ്ടത് കാണുന്നില്ല, എല്ലാം കണക്കേ. മലപ്പുറം പൊന്നാനി ചമ്രവട്ടത്ത് നടന്ന വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. പൊന്നാനിയിലെ പള്ളിയിലെ ജീവനക്കാരൻ കൈമലശ്ശേരി സ്വദേശി സഫ്വാൻ സാദ് ആണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ പൊന്നാനിയിലേക്ക് പോകും വഴിയാണ് അപകടം. ചമ്രവട്ടത്ത് വെച്ച് ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. കാർഷിക കേരളം. ഇടുക്കി മരിയാപുരം പഞ്ചായത്തിലെ കൊച്ചുകരിമ്പൻ പാടശേഖരത്ത് നെൽകൃഷി വിളവെടുപ്പ് നടന്നു. കൊച്ചുകരിമ്പൻ മരുതുങ്കൽ ബെന്നിയുടെ പാടശേഖരത്തിലെ വിളവെടുപ്പ് മരിയാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയ് നിർവഹിച്ചു. അരനൂറ്റാണ്ടിലധികമായി നെൽകൃഷി ചെയ്തു വന്നിരുന്ന പാടശേഖരങ്ങളിലൊന്നാണ് മരിയാപുരം പഞ്ചായത്തിലെ കൊച്ചുകരിമ്പൻ മരുതുങ്കൽ പാടശേഖരം. എന്നാൽ ജോലിക്കാരുടെ അഭാവവും ഗുണമേന്മയുള്ള വിത്തിനങ്ങളുടെ ദൗർലഭ്യവും 2018 പ്രകൃതിക്ഷോഭവുമെല്ലാം കൃഷിയെ ബാധിച്ചു. നിരവധി പേർ കൃഷിയിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ ഇവിടുത്തെ കുട്ടികളും യുവാക്കളും മുന്നോട്ട് വന്നതോടെ ഇക്കൊല്ലം കൃഷി വീണ്ടും പുനരാരംഭിച്ചു. 1/2 ഏക്കറോളം സ്ഥലത്ത് ചെയ്ത കൃഷിയിൽ മെച്ചപ്പെട്ട വിളവും ലഭിച്ചു. ഏകദേശം ഒരു 40 വർഷത്തോളമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന നിലമാണ്. കൃഷി മുടങ്ങി കിടക്കുകയായിരുന്നു. ഉയർന്ന ലേബർ ചാർജ്, അല്ലെങ്കിൽ തൊഴിലാളികളെ കിട്ടാൻ ഉള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം കാരണം കൃഷി ഒഴിവാക്കിയായിരുന്നു. കുറച്ച് ഭാഗം അവിടെ നികത്തി, ബാക്കിയുള്ളതെല്ലാം അതിന് പുല്ലും പിടിപ്പിച്ച് വയസ്സായി കിടക്കുകയായിരുന്നു. അപ്പോൾ അനിയൻ്റെ 2-3 പിള്ളേരുണ്ടായിരുന്നു. അവരുടെ നിർബന്ധപ്രകാരമാണ് ഇപ്പോൾ ഞങ്ങൾ കൃഷി ചെയ്ത്. പിള്ളേർ അരി മാത്രമേ കണ്ടുള്ളൂ, നെല്ല് കണ്ടിട്ടില്ല. അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ വല്യപ്പൻ മുൻകൈ എടുത്ത് ചെയ്ത കൃഷിയാണ്. വളരെ മെച്ചമാണ്. മരുതുങ്കൽ പാടശേഖരത്ത് നടന്ന വിളവെടുപ്പ് മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയ് ഉദ്ഘാടനം ചെയ്തു. മരിയാപുരം അഗ്രികൾച്ചർ ഓഫീസർ ഷൈമി ചെറിയാൻ, കൃഷി അസിസ്റ്റന്റ് ES സോജൻ, മുതിർന്ന കർഷകൻ ജോസഫ് മരുതുങ്കൽ, ജോയി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. വന്ദേ ഭാരത് അടക്കം 7 ട്രെയിനുകളുടെ സമയക്രമത്തിൽ മാറ്റം. എത്തിച്ചേരുന്ന സമയത്തിലാണ് മെയ് 28 മുതൽ മാറ്റം. പുതിയ സമയക്രമം പ്രകാരം വന്ദേ ഭാരത് എക്സ്പ്രസ് ഉച്ചയ്ക്ക് 1:20 മാത്രമാകും കാസർഗോഡ് എത്തുക. കൊച്ചുവേളി, മംഗളൂരു, അന്ത്യോദയ ദ്വൈവാര എക്സ്പ്രസ് രാവിലെ
9:15 മംഗളൂരു ജംഗ്ഷനിൽ യാത്ര അവസാനിപ്പിക്കുക. തിരുവനന്തപുരം മംഗളൂരു മലബാർ ഡെയിലി എക്സ്പ്രസ് രാവിലെ 10:25 മംഗളൂരു സെൻട്രലിൽ എത്തിച്ചേരും. നാഗർകോവിൽ മംഗളൂരു സെൻട്രൽ ഏർനാട് ഡെയിലി എക്സ്പ്രസ് വൈകുന്നേരം 5:50 മംഗലാപുരത്ത് എത്തുക. തിരുവനന്തപുരം മംഗളൂരു ഡെയിലി എക്സ്പ്രസ് 11:20 മംഗളൂരു സെൻട്രലിൽ എത്തിച്ചേരും. കോയമ്പത്തൂർ നാഗർകോവിൽ പ്രതിദിന സൂപ്പർഫാസ്റ്റ് തിരുനെൽവേലി ജംഗ്ഷനിൽ 3 മണിക്ക് എത്തി 3:05 പുറപ്പെടും. ചെന്നൈ എഗ്മോർ കന്യാകുമാരി ഡെയിലി സൂപ്പർഫാസ്റ്റ് തിരുനെൽവേലി ജംഗ്ഷനിൽ പുലർച്ചെ 3:20 എത്തി 3:25 പുറപ്പെട്ട് 5:35 കന്യാകുമാരിയിൽ എത്തിച്ചേരും. എറണാകുളം കുട്ടമ്പുഴ പഞ്ചായത്തിലെ വാര്യം, ഉറിയംപെട്ടി എന്നീ ആദിവാസി കോളനികളിൽ നിന്ന് കൂടുതൽ കുടുംബങ്ങൾ പന്തപ്ര ഭാഗത്ത് കുടിൽ കെട്ടി താമസം ആരംഭിച്ചു. വന്യമൃഗശല്യം സഹിക്കാനാകാതെയാണ് കുടുംബങ്ങൾ കോളനികൾ വിട്ടത്. ഇവരെ എത്രയും വേഗം പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ്. വന്യമൃഗശല്യം രൂക്ഷമായതിനെ തുടർന്ന് 2009 വാര്യത്ത് നിന്ന് കണ്ടൻപാറ പുഴത്തീരത്തേക്ക് പലായനം തുടങ്ങിയത്. കുടിൽകെട്ടി പുഴത്തീരത്ത് താമസമാക്കിയ 67 കുടുംബങ്ങളെ 5 വർഷത്തിന് ശേഷമാണ് ഇപ്പോഴത്തെ പുനരധിവാസ മേഖലയായ പന്തപ്രയിലേക്ക് മാറ്റിയത്. ഉൾവനത്തിൽ അസൗകര്യങ്ങളുടെ നടുവിൽ കഴിയുന്ന വാര്യം, ഉറിയംപട്ടി എന്നിവിടങ്ങളിലെ 218 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ പന്തപ്രയിൽ 550 ഹെക്ടറോളം സ്ഥലമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിയ 67 കുടുംബങ്ങൾക്ക് 2 ഏക്കർ സ്ഥലം വീതം നൽകി വീടുകളുടെ പണി പുരോഗമിക്കുകയാണ്. സമീപകാലത്തെത്തിയ 30ഓളം കുടുംബങ്ങൾ ബന്ധുക്കളുടെ പറമ്പുകളിൽ ഷെഡുകൾ കെട്ടി താമസം ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ പുതുതായി എത്തിയ ഇവരുടെ പുനരധിവാസം അനിശ്ചിതത്വത്തിലാണ്. വന്യമൃഗശല്യം മൂലം പന്തപ്രയിലേക്ക് വന്ന തങ്ങൾക്ക് ഉടനെ സ്ഥലവും വീടും നൽകണമെന്ന് ഉറിയംപെട്ടി ആദിവാസി കോളനിയിൽ നിന്നെത്തിയ കിളിയമ്മ പറഞ്ഞു. നമുക്ക് വേറെ സ്ഥലമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് സ്ഥലം അത്രയും ഭാഗം തരണം, വീടും തരണം. ഞങ്ങൾ വേറെ തന്നെ സ്ഥലത്തിലാണ് ഇപ്പോൾ പരവേശ് കെട്ടി താമസിക്കുന്നത്. കിടക്കാനിടയില്ലാതെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ പരവേശ് കെട്ടി ഇപ്പോൾ വേറെ പറമ്പിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും ഭാഗത്ത് സ്ഥലം തന്ന് പെരയും വെച്ച് കെട്ടാനുള്ള സൗന്ദര്യം സാറുമാറും ഉണ്ടാക്കി തരണം. സാങ്കേതിക തടസ്സവാദങ്ങൾ ഉന്നയിക്കാതെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും വീടും സ്ഥലവും നൽകണമെന്ന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി കെ.എ. പറഞ്ഞു. ഉറിയംപെട്ടിയിൽ നിന്നും വാര്യത്തും മാപ്പിളപ്പാറക്കുടിയിൽ നിന്നൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ആളുകൾ ഏകദേശം 30ഓളം കുടുംബങ്ങളുണ്ട്. ഇവർക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് സ്ഥലം കൊടുത്ത് വീട് വെച്ച് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം. ഇപ്പോൾ ഇവർ 1-2 മാസങ്ങളായി ഇപ്പോൾ ഇവിടെ വന്ന് അവരുടെ ബന്ധു വീടുകളിലൊക്കെ അവരുടെ പറമ്പിൽ ഷെഡ് കെട്ടി താമസിച്ചാണ് ചെയ്യുന്നത്. അവർക്കത് മുന്നോട്ട് പോകാൻ പാടാണ്. ന്യൂസ് 18 കോതമംഗലം. കാസർഗോഡ് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ തീരസദസ്സ് നടത്തി. തീരദേശ ജനങ്ങളുടെ പരാതികൾ കേൾക്കാനും പരിഹാരം കാണാനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ തീരദേശ മേഖലയിൽ നടപ്പാക്കിയ പദ്ധതികൾ അവലോകനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ, മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. തിരുവനന്തപുരം വിഴിഞ്ഞത്തെ പള്ളിമുറ്റത്തെ ഈന്തപ്പനക്കുലകൾ കൗതുകമാകുന്നു. ദക്ഷിണ കേരള മഹാ ഇടവക പെരിങ്ങമല ഡിസ്ട്രിക്റ്റിന്റെ കീഴിലുള്ള വെങ്ങാനൂർ, വെണ്ണിയൂർ, മെറ്റീർപുരം CSI പള്ളിയുടെ മുറ്റത്താണ് ഈന്തപ്പന കായ്കൾ നിൽക്കുന്നത്. 6 വർഷം മുൻപ് രാജസ്ഥാനിൽ നിന്നും എത്തിച്ച 6 ഈന്തപ്പനകളിലൊന്നാണ് ഈ വർഷം കായ്ച്ചത്. 10,000 രൂപ നിരക്കിൽ വാങ്ങി നട്ട ഈന്തപ്പനകളാണ് പള്ളിമുറ്റത്തുള്ളത്. അന്നത്തെ ഇടവക വികാരി ഫാദർ ഷൈനിന്റെ താൽപര്യത്തിന് വിശ്വാസികൾ കൂട്ടുനിൽക്കുകയായിരുന്നു. കുറച്ചുപേർ സംഭാവന നൽകാൻ സന്നദ്ധമായതോടെയാണ് ഈന്തപ്പനകൾക്ക് പള്ളിമുറ്റത്ത് വേരോടാൻ വഴിയൊരുങ്ങിയത്. JCBയുടെ സഹായത്തോടെ കുഴിയെടുത്ത് നട്ട ഈന്തപ്പനകൾക്ക് ഇപ്പോൾ 2 ആൾ പൊക്കം ഉയരം വെച്ചു. ഇപ്പോഴത്തെ വികാരി ഫാദർ സുജിത് സുഗതന്റെ നേതൃത്വത്തിൽ ഇടവകാംഗങ്ങളായ A. ജസ്റ്റിൻ, രാജമണി, KK ഷജിൽ, SR ബിനു എന്നിവർ പരിചരണം നടത്തി വരികയാണ്. ഞങ്ങൾ പുതിയ പള്ളി സ്ഥാപിച്ചപ്പോൾ ഇവിടുത്തെ കുറച്ച് വ്യക്തികൾ ആ പള്ളിയുടെ മനോഹാരിത വർദ്ധിപ്പിക്കാൻ വേണ്ടി രാജസ്ഥാനിൽ നിന്നും ഒരു ഏജൻറ്റ് വഴി നമുക്ക് 6 വർഷം മുമ്പ് ഇവിടെ എത്തിച്ചതാണ്. ഇവിടെ എത്തിക്കുന്നതിന് മുമ്പും ഈ പനയ്ക്ക് നല്ല പഴക്കമുണ്ട്. ഇവിടെ നട്ടതിന് ശേഷം ഇത് 6 വർഷം പിന്നിടുകയാണ്. പക്ഷേ ഇപ്പോൾ അതിന് മനോഹരമായ അതിൽ ഫലം വന്നിരിക്കുന്നു. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കേരളത്തിൽ പലയിടത്തും പന ഉണ്ട്, അത് ഫലം കായ്ക്കുന്നു മനസ്സിലാക്കുന്നു. എങ്കിലും ഒരു ആലയത്തിൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് മുൻവശത്ത് തന്നെ അത് കാഴ്ച നിൽക്കുന്നത് നമുക്ക് വളരെ കൗതുകം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ വന്ന് കാണാം, വളരെ മനോഹരമാണ്. ആഴ്ചയിൽ 4 തവണ നനയ്ക്കും. ചാണകപ്പൊടി, എല്ലുപൊടി എന്നിവയാണ് വളമായി നൽകുന്നത്. ഈന്തപ്പന കായ്ച്ചതറിഞ്ഞ് നിരവധി പേരാണ് പള്ളിമുറ്റത്തെത്തുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.
മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി സ്വച്ഛ് ഭാരത് മിഷൻ നടപ്പാക്കുന്ന റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് മുക്കം നഗരസഭയിലെ 15ാം ഡിവിഷനിൽ RRR കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. പഴയതും എന്നാൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതുമായ സാധനങ്ങൾ ആവശ്യക്കാർക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മുക്കം കുറ്റിപ്പാലയിൽ RRR കേന്ദ്രം ആരംഭിച്ചത്. പഴയതും പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയതുമായ സാധനങ്ങൾ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വച്ഛ് ഭാരത് മിഷൻ നടപ്പാക്കുന്ന റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ പദ്ധതിയുടെ ഭാഗമായി RRR കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. മുക്കം നഗരസഭയിലെ 15ാം ഡിവിഷൻ കുറ്റിപ്പാലയിലാണ് കേന്ദ്രം. പഴയതും പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്നതുമായ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുഞ്ഞുടുപ്പുകൾ തുടങ്ങിയവയാണ് കേന്ദ്രത്തിലുള്ളത്. ഇത് ആവശ്യക്കാർക്ക് കേന്ദ്രത്തിലെത്തി സൗജന്യമായി തിരഞ്ഞെടുക്കാം. ഇത്തരം RRR കേന്ദ്രങ്ങൾ നഗരസഭയിലെ മറ്റ് ഡിവിഷനുകളിലും ആരംഭിച്ചിട്ടുണ്ട്. ഹരിതകർമ്മസേനയെ എടുത്ത് കൊടുത്തയക്കാൻ മാത്രം പഴയതുമായിരിക്കില്ല. എന്നാൽ അത്തരം സാധനങ്ങൾ ആവശ്യക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ എന്നീ ഒരു പദ്ധതി വിവിധ കേന്ദ്രങ്ങളിൽ മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. മുക്കം കുറ്റിപ്പാലയിൽ ആരംഭിച്ച RRR കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യനാരായണൻ മാസ്റ്റർ, കൗൺസിലർമാരായ ജോഷില സന്തോഷ്, അശ്വിനി സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 മുക്കം. യാത്രക്കാർക്ക് ഭീഷണിയായി തൃശൂർ കൊടകരയിൽ ദേശീയപാതയിലെ സർവീസ് റോഡരികിലുള്ള ഗർത്തം. കൊടകര പെരിങ്ങാംകുളത്തിനും പേരാമ്പ്രയ്ക്കുമിടയിലാണ് സർവീസ് റോഡരികിൽ അപകടക്കെണിയുള്ളത്. മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് കൾവർട്ട് നിർമ്മിക്കാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. ദേശീയപാതയോരത്തെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് മഴക്കാലത്ത് ഒഴുകിവരുന്ന വെള്ളം റോഡിനടിയിലൂടെ ഒഴുക്കിവിടാനായി ഓവുചാൽ സ്ഥാപിച്ചിട്ടുള്ള ഭാഗത്താണ് അപകടം പതിയിരിക്കുന്നത്. ഓവുചാലിന്റെ ഇരുഭാഗത്തും കൽവേർട്ട് നിർമ്മിച്ച് റോഡ് സുരക്ഷിതമാക്കേണ്ടതിനു പകരം ഈ ഭാഗത്ത് യാതൊരു പണികളും നടത്താതെ ഒഴിച്ചിട്ടതാണ് യാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാറിയത്. വർഷങ്ങൾക്ക് മുമ്പ് ദേശീയപാത 4 വരിയാക്കി നവീകരിച്ചപ്പോഴാണ് സർവീസ് റോഡിൽ ഓവുചാൽ നിർമ്മിച്ചത്. ഓവുചാലിന്റെ അറ്റത്ത് കൾവേർട്ട് പണിത് സുരക്ഷിതമാക്കേണ്ടതാണെങ്കിലും അധികൃതർ ഇതിനു മെനക്കെട്ടില്ല. സർവീസ് റോഡരികിൽ ഡ്രെയിനേജ് നിർമ്മിച്ചപ്പോഴും ഈ ഭാഗം ഒഴിവാക്കിയിടുകയായിരുന്നു. വർഷങ്ങൾക്കിപ്പുറവും ഈ അപകടാവസ്ഥ മാറ്റമില്ലാതെ അതേപടി തുടരുകയാണ്. ഗർത്തമുള്ള ഭാഗത്ത് സുരക്ഷാഭിത്തി നിർമ്മിച്ച് അപകടമില്ലാതാക്കാൻ ദേശീയപാത അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാരനും റോഡ് അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നയാളുമായ MC കിഷോർ പറഞ്ഞു. കൊടകര പെരിഞ്ഞോളത്തുള്ള ഓടയാണ് ഇത്. ഇതുവരെ ഞങ്ങൾ ടോളുകാരെ വിളിച്ചിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ട് തന്നിട്ടില്ല. ഒരു ആക്സിഡന്റ് വന്നാലും ഒരാൾ പോവും. ഇതിൽ കഷ്ടി ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന ഏരിയയാണ്. ഇത് ഞങ്ങൾക്ക് നടപടിയാക്കി തരണം. കൊടകര പഞ്ചായത്ത് ടോളായാലും നടപടിയാക്കി തരണം. ഹൈവേയുടെ ടീമിൽ ഞങ്ങൾ വിളിച്ച് അറേഞ്ച് ചെയ്തിട്ട് ഇത്ര വർഷമായിട്ട് തിരിഞ്ഞു നോക്കിയാൽ 15 വർഷം മേലെ ആയിട്ടുണ്ട്. ഇതുവരെ നടപടിക്ക് ഇതുവരെ ആരും വന്നിട്ടുമില്ല. അടുത്ത കാലത്ത് സർവീസ് റോഡരികിലെ ഡ്രെയിനേജിന്റെ അറ്റകുറ്റപ്പണി നടന്നപ്പോൾ തുറന്നുകിടക്കുന്ന ഗർത്തം അടയ്ക്കാനോ കൾവർട്ട് നിർമ്മിക്കാനോ അധികൃതർ തയ്യാറായില്ല. സർവീസ് റോഡിന്റെ അരികുവശം ഇടിച്ച് ഡ്രെയിനേജ് നിർമ്മാണത്തിന്റെ ഭാഗമായി കോൺക്രീറ്റ് പണികൾ നടത്തിയതോടെ റോഡരികിലെ ടാറിംഗ് ഇടിഞ്ഞ് കൂടുതൽ അപകടാവസ്ഥയായി. സർവീസ് റോഡ് വഴി വരുന്ന ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. റോഡരികിൽ പുല്ലുമൂടിക്കിടക്കുന്ന ഗർത്തം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണിപ്പോൾ. ന്യൂസ് 18 കൊടകര. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ നിന്നും പെരിയാർ ടൈഗർ റിസർവിലെ ഗവിയിലേക്ക് ആരംഭിച്ച സ്വകാര്യ ബസ് സർവീസ് വനം വകുപ്പ് തടഞ്ഞു. അനുമതിയില്ലാതെ സർവീസ് നടത്തിയെന്നാരോപിച്ചാണ് യാത്രക്കാരുമായി എത്തിയ ബസ് വള്ളക്കടവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞത്. ഗവിയിലേക്ക് വണ്ടിപ്പെരിയാറിൽ നിന്നും ആരംഭിച്ച സ്വകാര്യ ബസ് സർവീസാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞത്. വനം വകുപ്പിന്റെ പെർമിറ്റ് ഇല്ലെന്ന കാരണമാണ് അധികൃതർ ഉന്നയിക്കുന്നത്. എന്നാൽ 2004 വരെ വണ്ടിപ്പെരിയാറിൽ നിന്നും ഗവിയിലേക്ക് സ്വകാര്യ ബസ് സർവീസ് നടത്തിയിരുന്നു. കുമളിയിൽ നിന്നും ഗവി വഴി പത്തനംതിട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC സർവീസ് മാത്രമാണ് ഇവിടേക്കുള്ള യാത്രാമാർഗം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പെർമിറ്റ് വാങ്ങി കോടതി ഉത്തരവോടെയാണ് സ്വകാര്യ ബസ് സർവീസ് ആരംഭിച്ചതെന്ന് ബസ് ജീവനക്കാരുടെ വിശദീകരണം. വനം വകുപ്പിന്റേത് ജനദ്രോഹ നടപടിയാണെന്നാണ് നാട്ടുകാരുടെ വാദം. വള്ളക്കടവിൽ രേഖകൾ കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ടും വനം വകുപ്പിന്റെ അനുമതിയില്ലെന്ന കാരണത്താൽ ബസ് സർവീസ് തടയുകയായിരുന്നു. വേണ്ടത്ര യാത്രാ സൗകര്യമില്ലാത്ത വണ്ടിപ്പെരിയാർ ഗവി മേഖലയിൽ സ്വകാര്യ ബസ് സർവീസ് നടത്താൻ വനം വകുപ്പ് അനുവദിക്കണമെന്നും ഗവിയിലെ നിരവധി കുടുംബങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമുണ്ടാകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 5615 രൂപ, പവന് 44,920 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3827 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.